SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ സ്ഥലം കോഴിക്കോട്ടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കോഴിക്കോടിന്റെ ചരിത്രവുമായി ഏറെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് SM സ്ട്രീറ്റ്. ഹൽവ ഒരുപാട് ലഭിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരാണ് ഇതിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്ന് വിളിച്ചത്. ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്കാണ് ഇവിടെ ഓരോ സാധനങ്ങളും വിൽക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര വിലക്കുറവ് ആണ് ഇവിടെ. രാത്രി പകൽ എന്നില്ലാതെ ഏതു നേരവും തിരക്കാണ് SM-ൽ. ഷോപ്പിംഗ് മാത്രമല്ല, സിനിമ കാണാൻ രാധാ തിയേറ്ററും ഇഷ്ടഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളും ഇവിടെയുണ്ട്. കോഴിക്കോടിന്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് SM സ്ട്രീറ്റ്. വടക്കേയറ്റത്ത് CPA സ്റ്റോഴ്സിൽ നിന്ന് തുടങ്ങും മിഠായി തെരുവിന്റെ രുചിവൈവിധ്യം. കോഴിക്കോടൻ ഹൽവയാണ് ഇവയിൽ പ്രധാനം. സാധാരണ ഹൽവയ്ക്ക് പുറമെ നിരവധി ഫ്ലേവറിലുള്ള ഹൽവകൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ അടുത്ത് 32 തരം വെറൈറ്റീസ് ഉണ്ട്. അതിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് പോണ ഹലുവയാണ് ഗോതമ്പ് ഹലുവ. ഇത് നല്ല സ്പെഷ്യൽ സാധനമാണ്, ഇവിടെ എല്ലാവരും കൊണ്ടുപോകുന്ന ഐറ്റമാണ്. ഇതാണ് നല്ല ഫാസ്റ്റ് ആയിട്ട് പോണ ഹലുവ. പിന്നെ നമ്മളെ ഡ്രൈ ഫ്രൂട്ട് ഹലുവ ഉണ്ട്, പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, പിസ്ത ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ നല്ല സൂപ്പർ ഹലുവയാണ് ടെൻഡർ കോക്കനട്ട്. പിന്നെ നമ്മളെ ഹണി ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, കുനാഫ് ഹലുവ, ബനാന, ചില്ലി ഹലുവ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 32 വെറൈറ്റീസ് ഉണ്ട് ഹലുവ. ഇതിനു പുറമെ നിരവധി തുണിക്കടകൾ, ബ്യൂട്ടി സ്റ്റോറുകൾ എന്നിവ കൂടാതെ അമ്പലം, പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾ കൂടെ ഇവിടെയുണ്ട്. ജില്ലയിലെ ഏക ഹനുമാൻ കോവിൽ, ദുർഗാ ഭഗവതി ക്ഷേത്രം, മസ്ജിദ് ഉൾപ്പെടെ എല്ലാ വിശ്വാസികൾക്കും ഇവിടെ ഇടമുണ്ട്. സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമവേദിയായിരുന്നു ഈ തെരുവ്. മാമുക്കോയിയെ പോലുള്ള മഹാനടന്മാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. രുചി വൈവിധ്യങ്ങളുടെയും വിപണന മികവിന്റെയും ഒരു കേന്ദ്രമാണ് SM സ്ട്രീറ്റ്.